നാട്ടിലും മറുനാട്ടിലുമായി ഈ വാരം ട്രെൻഡിംഗ് ആയ ഒരുപിടി വിശേഷങ്ങളുമായി 24news.com അവതരിപ്പിക്കുന്ന ഈ ലോകം ഈ ആഴ്ച എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകമെങ്ങും ആരാധകരെ സമ്പാദിച്ച സ്ട്രേഞ്ചർ തിങ്സ് സീരീസിന് കേരളക്കരയിൽ ആരാധകർ ഏറെയാണ്. സീരീസ് അന്ത്യത്തോടടുക്കുമ്പോൾ സ്ട്രേഞ്ചർ തിങ്സിന്റെ വൈബ് കിട്ടുന്ന സിനിമകൾ മലയാളത്തിലുണ്ടോ? അമൽ ശശികുമാറിന്റെ റിപ്പോർട്ട് കാണാം. സ്ട്രേഞ്ചർ തിങ്സ് ലോകമെങ്ങുമുള്ള ആരാധകരെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. 5ാം സീസൺ അതിന്റെ അവസാനത്തോടടുക്കുമ്പോൾ 10 വർഷത്തോളം നീണ്ട ഒരു ചെറുയുഗമാണ് അവസാനിക്കുന്നത്. ഒരു മലയാളി എന്ന നിലയിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് സ്ട്രേഞ്ചർ തിങ്സിനോട് കണക്ട് ആയത്? അല്ലെങ്കിൽ സീരീസുമായി ബന്ധപ്പെട്ട പോപ്പ് കൾച്ചർ മലയാള സിനിമയിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആ 80s സൈഫൈ ഫാന്റസി വൈബ് കിട്ടുന്ന എന്തെങ്കിലും മലയാള സിനിമയിലുണ്ടോ? കുറച്ച് ഭീകരരായ മനുഷ്യരിൽ നിന്നും രക്ഷപ്പെട്ട് മെയിൻ ലീഡ് കഥാപാത്രത്തിന്റെ അടുക്കലേക്ക് പലായനം ചെയ്തു വന്ന ഒരു കുട്ടി. തലയൊക്കെ ഷേവ് ചെയ്ത ആ കുട്ടിക്ക് വസ്തുക്കളെ സ്പർശിക്കാതെ ചലിപ്പിക്കാനുള്ള ടെലികൈൻസിസ് എന്ന അത്ഭുത ശേഷിയുണ്ട്. പറഞ്ഞു വരുന്നത് സ്ട്രേഞ്ചർ തിങ്സിലെ 11 കുറിച്ചല്ല, നമ്മുടെ മോഹൻലാലിന്റെ യോധയിലെ റിംബോച്ചയെ കുറിച്ചാണ്. ഏതായാലും യോധ കാണാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും. അതിനാൽ സ്ട്രേഞ്ചർ തിങ്സ് കാണുമ്പോൾ ചിലർക്കെങ്കിലും എപ്പോഴെങ്കിലും ഒരു ദേജാവ് തോന്നിക്കാണും. 80കളിൽ ഒരു ചെറുപട്ടണത്തിലൂടെ സൈക്കിൾ ഓടിച്ചു വിലസുന്ന കുറച്ച് കുട്ടികൾ. അവരുടെ കുസൃതിയുടെ ലോകത്തേക്ക് തികച്ചും അപരിചിതമായ വമ്പൻ കാര്യങ്ങൾ വന്നു കയറുന്നു. ബാല്യത്തിന്റെ നിഷ്കളങ്കതയുടെ ലോകത്ത് സയൻസും പോലീസ് ഉദ്യോഗസ്ഥരും കൊള്ളക്കാരും എല്ലാം വരുന്നുണ്ട്. 1988 പുറത്തിറങ്ങിയ മനുവങ്കിളിലെ ചില രംഗങ്ങൾ സ്ട്രേഞ്ചർ തിങ്സിന്റെ തീം സോങ് വെച്ച് ആരാധകർ ഈയടുത്ത് പങ്കുവെക്കുകയും അത് ഒരുപാട് കാഴ്ചക്കാരെ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അത്ഭുത ശക്തിയുള്ള ഒരു കുട്ടി മറ്റു ചില കുട്ടികൾക്കരികിലേക്ക് എത്തുന്നു. അസാധാരണമായ ശക്തിയുള്ള ഒരു സൂപ്പർ വില്ലനെ ഭയന്ന് കുട്ടികൾക്കൊപ്പം ഒളിച്ച് അത്ഭുത പ്രവർത്തികളുമായി ചുറ്റിക്കറങ്ങുന്നു. അവസാനം വില്ലനെ വകവരുത്തി കുട്ടികളുടെ അടുത്തു നിന്നും എന്നേക്കുമായി ആ കുട്ടി അല്ല കുട്ടിച്ചാത്തൻ പോയി മറയുന്നു. മനുവങ്കലിനും മൈഡിയർ കുട്ടിച്ചാത്തനും സ്ട്രേഞ്ചർ തിങ്സുമായി സാമ്യം വന്നതിന് പിന്നിൽ അത്ര വലിയ രഹസ്യമൊന്നുമില്ല. ഡഫർ ബ്രദേഴ്സ് സ്ട്രേഞ്ചർ തിങ്സ് എന്ന സീരീസ് ഉണ്ടാക്കിയത് തന്നെ 80കളിൽ ഹോളിവുഡിലുണ്ടായ ഒരു പറ്റം സയൻസ് ഫിക്ഷൻ ഹൊറർ മിസ്റ്ററി സിനിമകളുടെ റഫറൻസുകൾ ചേർത്ത് വെച്ചായിരുന്നു. E.T., ക്ലോസ് എൻകൗണ്ടേഴ്സ്, നൈറ്റ്മെയർ ഓൺ എം സ്ട്രീറ്റ്, സ്റ്റാൻഡ് ബൈ മീ, ടെർമിനേറ്റർ, ഗൂണീസ് പോലെയുള്ള സിനിമകളെയും സ്റ്റീഫൻ കിങ്ങിന്റെ നോവലുകളെയും ചില അനിമകളെയും ഒക്കെ ആഘോഷിച്ചവർക്ക് ഒരു വിരുന്ന് തന്നെയാണ് സ്ട്രേഞ്ചർ തിങ്സ്. 82 പുറത്തിറങ്ങിയ സ്പിൽബർഗിന്റെ E.T., 83 പുറത്തിറങ്ങിയ കുട്ടിച്ചാത്തനെയും 88 പുറത്തിറങ്ങിയ മനുവങ്കിളിനെയും എല്ലാം സ്വാധീനിച്ചിട്ടുണ്ടാവണം. വിജയുടെ ഗില്ലിയിൽ പോലും E.T.യുടെ ചില റെഫറൻസുകൾ ഉണ്ടെന്ന് എത്ര പേർക്കറിയാം? ചില സീരീസുകളിൽ 1-2 മെയിൻ ക്യാരക്ടേഴ്സ് കാണും, ചിലതിൽ ഒരുപാട് പേർ കാണും. എന്നാൽ അനേകം കഥാപാത്രങ്ങൾ എല്ലാ സീസണുകളിലും ഉണ്ടാവുകയും അവർക്കെല്ലാം ഓരോ ഫാൻഡം രൂപപ്പെടുകയും ചെയ്ത ചുരുക്കം ചില സീരീസുകളിൽ ഒന്നാണ് സ്ട്രേഞ്ചർ തിങ്സ്. 11നും മൈക്കിനും സ്റ്റീവ് ഹാരിങ്ടനും ഡസ്റ്റിനും മാക്സിനും എന്തിനേറെ കൊടൂര വില്ലന്മാരായ വെക്നയ്ക്കും ഡെമോഗോർഗനും വരെ ഈ കൊച്ചു കേരളത്തിലും ആരാധകരുണ്ട്. സ്ട്രേഞ്ചർ തിങ്സിന്റെ ആദ്യ സീസൺ മുതൽ കാണുന്ന മലയാളികളുണ്ട് എങ്കിലും ലോക്ക്ഡൌണിന് ശേഷം തുടങ്ങിയവരാവാം അധികവും. ആ സമയം തുടങ്ങി വെച്ച ഐക്കോണിക് സീരീസുകൾക്കെല്ലാം അവസാനം കണ്ടു. ഇനി അക്കൂട്ടത്തിൽ ബാക്കി ഉണ്ടായിരുന്ന സ്ട്രേഞ്ചർ തിങ്സും അങ്ങനെ അവസാനിക്കുന്നു എന്നത് വളരെ വികാരഭരിതമായാണ് സീരീസ് പ്രേമികൾ നോക്കിക്കാണുന്നത്. മനുഷ്യനെ കുളിപ്പിക്കാൻ ഒരു യന്ത്രമുണ്ടായിരുന്നെങ്കിലെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഈ ചിന്തയ്ക്കപ്പുറം കടന്നിരിക്കുകയാണ് സാങ്കേതിക വിദ്യ. ജപ്പാനിൽ മനുഷ്യ വാഷിംഗ് മെഷീൻ വിൽപ്പനയ്ക്ക് എത്തിച്ചിരിക്കുകയാണ് ഒരു കമ്പനി. കൂടുതൽ വിവരങ്ങൾ പൂജ രമേശ് പറയും. തുണികൾ നിമിഷ നേരം കൊണ്ട് കഴുകി ഉണക്കി കിട്ടുന്ന വാഷിംഗ് മെഷീൻ നമുക്കെല്ലാവർക്കും അറിയാമല്ലേ? എന്നാൽ കുളിക്കുന്ന കാര്യത്തിലും ഇതേ സംവിധാനം ഉണ്ടായാലോ? അതെ, വെറും 15 മിനിറ്റ് കൊണ്ട് മനുഷ്യനെ കഴുകി ഉണക്കി തരുന്ന ഹ്യൂമൻ വാഷിംഗ് മെഷീൻ വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ് ജപ്പാൻ. സ്പായ്ക്ക് സമാനമായ അനുഭവമാണ് മെഷീൻ നൽകുന്നതെന്നാണ് കമ്പനിയുടെ അവകാശവാദം. സയൻസ് എന്ന ജാപ്പനീസ് ടെക് കമ്പനിയാണ് ഹ്യൂമൻ വാഷിംഗ് മെഷീൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ജപ്പാനിലെ ഒസാക്ക കൻസായി എക്സ്പോയിലാണ് മെഷീൻ പ്രദർശനത്തിനെത്തിച്ചത്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചാണ് ഈ മെഷീൻ പ്രവർത്തിക്കുന്നത്. ഒരു യുദ്ധവിമാനത്തിന്റെ പോഡ് അല്ലെങ്കിൽ കോക്പിറ്റ് പോലെ തോന്നിക്കുന്ന ഈ മെഷീൻ ഓരോരുത്തരുടെ ശരീര പ്രകൃതിക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഈ ഹ്യൂമൻ വാഷിംഗ് മെഷീൻ ശരീരത്തിനെ മാത്രമല്ല നമ്മുടെ ആത്മാവിനെയും ശുദ്ധീകരിക്കുമെന്നാണ് കമ്പനി മേധാവി പറയുന്നത്. മാനസികാരോഗ്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന യന്ത്രത്തിൽ ആളുകളുടെ ഹൃദയമിടിപ്പ് ഉൾപ്പെടെയുള്ളവ തിരിച്ചറിയാവുന്ന സെൻസർ സംവിധാനവുമുണ്ട്. AI നിരീക്ഷണം നടത്തി വെള്ളത്തിന്റെ ചൂടും മർദ്ദവും നിയന്ത്രിക്കുകയും കുളിക്കിടെ റിലാക്സ് ആകാനായി പോഡിനുള്ളിൽ ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. ഒസാക്കയിലെ ഒരു ഹോട്ടലാണ് ഹ്യൂമൻ വാഷിംഗ് മെഷീൻ ആദ്യമായി സ്വന്തമാക്കിയത്. 50 ഹ്യൂമൻ വാഷിംഗ് മെഷീനുകൾ മാത്രം നിർമ്മിക്കാനാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്. 6 മാസം നീണ്ടുനിന്ന വേൾഡ് എക്സ്പോയിൽ ഏറ്റവും അധികം ജനശ്രദ്ധ നേടിയ ഹ്യൂമൻ വാഷിംഗ് മെഷീനിന്റെ ഇന്ത്യൻ തുക 3,46,00,000 രൂപയാണ്.
മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കളങ്കാവൽ ഡിസംബർ 5-ന് തിയേറ്ററുകളിൽ എത്തുകയാണ്. അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച നിമിഷം മുതൽ ബുക്ക് മൈ ഷോ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. കളങ്കാവൽ ത്രില്ലറിന്റെ വിശേഷങ്ങളുമായി സ്വപ്ന സുജിത്. നായകനായാലും പ്രതിനായകനായാലും ഒരു കാര്യം ഉറപ്പാണ്, കളത്തിൽ അയാൾ അല്പം പിശക. മലയാള സിനിമാ ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന ആ രാജകീയ തിരിച്ചുവരവിന് ഇനി അധികം ദിവസങ്ങളില്ല. 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിന്റെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടി വീണ്ടും ബിഗ് സ്ക്രീൻ കീഴടക്കാൻ എത്തുകയാണ്. യുവ സംവിധായകൻ ജിതിൻ കെ ജോസ് ഒരുക്കുന്ന മിസ്റ്റീരിയസ് ത്രില്ലർ ചിത്രം കളങ്കാവലിലൂടെ. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 7ാമത്തെ പ്രൊജക്ട് എന്ന നിലയിൽ ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഈ വർഷത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി ഹിറ്റുകളിൽ ഒന്നായി മാറുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അണിയറ പ്രവർത്തകർ. ചിത്രത്തിന്റെ പ്രധാന ആകർഷണം മമ്മൂട്ടിയുടെ വേറിട്ട അവതരണം തന്നെയാണ്. ട്രെയിലറിലൂടെ പുറത്തു വന്ന അദ്ദേഹത്തിന്റെ കഥാപാത്രം നെഗറ്റീവ് ഷെയ്ഡുകളുള്ള നിഗൂഢത നിറഞ്ഞ ആന്റഗോണിസ്റ്റിന്റെ ഭാവമാണ് നൽകുന്നത്. വില്ലനോ നായകനോ എന്നതല്ല ആ സിനിമാദാഹിയുടെ പ്രയോറിറ്റി എന്നതിലൂടെ കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ മമ്മൂട്ടി വരുത്തുന്ന പുതുമ പ്രകടമാണ്. പൈശാചികമായ ഒരു ചിരിയും ചുണ്ടിൽ എരിയാത്ത ഒരു സിഗരറ്റുമായി അദ്ദേഹം തിരശീലയിൽ നിറയുമ്പോൾ കഥാപാത്രത്തിന്റെ സ്റ്റൈൽ കോഷ്യന്റ് ഉയരുന്നു. ചുണ്ടിൽ കത്തിക്കാതെ വെച്ച സിഗരറ്റ് കൈ തൊടാതെ ചുണ്ടിൻ അറ്റത്തേക്ക് മാറ്റുന്ന ആ ഒരൊറ്റ രംഗം പുറമെ ശാന്തനെങ്കിലും ഉള്ളിൽ തന്റെ നീക്കങ്ങളെല്ലാം ആസൂത്രണം ചെയ്യുന്ന, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൽ ആത്മവിശ്വാസമുള്ള ഒരു തണുപ്പൻ സ്വഭാവക്കാരനായ പ്രതിനായകനെയാണ് സൂചിപ്പിക്കുന്നത്. അരനൂറ്റാണ്ടിലേറെയുള്ള മമ്മൂട്ടി എന്ന നടന്റെ അഭിനയ പാടവത്തിന്റെ മറ്റൊരു തിളക്കമാണ് ഈ നിഗൂഢ ഭാവത്തിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത്. മമ്മൂട്ടിക്കൊപ്പം ചിത്രത്തിന് കൂടുതൽ കരുത്തു നൽകുന്നത് നടൻ വിനായകന്റെ സാന്നിധ്യമാണ്. തന്റേതായ അഭിനയ ശൈലിയും ഇടവും കണ്ടെത്തിയ വിനായകൻ മമ്മൂട്ടിയോടൊപ്പം ഒരുമിക്കുമ്പോൾ ആ കോമ്പിനേഷൻ ചിത്രത്തിന് കൂടുതൽ കരുത്തു നൽകുമെന്നതിൽ സംശയമില്ല. വിനായകൻ കഠിന പ്രയത്നവും ആത്മാർത്ഥതയും അച്ചടക്കവുമുള്ള നടനാണെന്ന് മമ്മൂട്ടി അഭിപ്രായപ്പെട്ടത് ഇവരുടെ സ്ക്രീനിലെ കെമിസ്ട്രിക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നു. ട്രെയിലർ പുറത്തിറങ്ങിയ നിമിഷം മുതൽ കളങ്കാവൽ പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ചിത്രത്തിന്റെ പ്രമേയം കുപ്രസിദ്ധ കുറ്റവാളിയായ സൈനൈഡ് മോഹന്റെ യഥാർത്ഥ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണോ എന്ന അഭ്യൂഹത്തിന്റെ പേരിലാണ്. എന്നാൽ ഈ സംശയങ്ങൾക്ക് മെഗാസ്റ്റാർ തന്നെ വിരാമമിട്ടു. സിനിമ സൈനൈഡ് മോഹന്റെ കഥയല്ല, എങ്കിലും പ്രമേയത്തിൽ സൈനൈഡ് ഒരു ഘടകമായേക്കാം. അതുമായി ബന്ധപ്പെട്ട രംഗങ്ങൾ ചിത്രത്തിലുണ്ടാകാം. കളങ്കാവൽ ഒരു ഫിക്ഷണൽ ക്രൈം ത്രില്ലർ ആണെന്ന് അദ്ദേഹം കൃത്യമായി സ്ഥിരീകരിച്ചു. കാണാതായ സ്ത്രീകളെ അന്വേഷിക്കുന്ന പോലീസ് ഓഫീസറായി വിനായകൻ എത്തുമ്പോൾ മനുഷ്യരെ കൊല്ലുന്നതിൽ സുഖം കണ്ടെത്തുന്ന ഒരു സൈക്കോ കൊലയാളി ആയാണ് മമ്മൂട്ടി വേഷമിടുന്നത് എന്ന സൂചനയാണ് ചിത്രത്തിന്റെ പ്രീ റിലീസ് ടീസർ നൽകുന്നത്. ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് മനുഷ്യനെ കൊല്ലുമ്പോഴാണ് എന്ന മമ്മൂട്ടിയുടെ ആ ഒരൊറ്റ ഡയലോഗ് ഈ സൂചനയ്ക്ക് അടിവരയിടുന്നു. ജിതിൻ കെ ജോസും ജിഷ്ണു ശ്രീകുമാറും ചേർന്ന് ഒരുക്കിയ തിരക്കഥ ഈ നിഗൂഢമായ ഘടകങ്ങളെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. മമ്മൂട്ടിയുടെ കരുത്തുറ്റ പ്രകടനവും വിനായകന്റെ അസാധാരണമായ സാന്നിധ്യവും നിഗൂഢത നിറഞ്ഞ പ്രമേയത്തിന്റെ പിൻബലവും കൂടിച്ചേരുമ്പോൾ കളങ്കാവൽ മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒരു ശ്രദ്ധേയമായ ത്രില്ലിംഗ് അനുഭവം സമ്മാനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഡിസംബർ 5-ന് ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രം മലയാള ക്രൈം ത്രില്ലർ വിഭാഗത്തിൽ ഒരു പുതിയ തലം തുറക്കുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണാം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ നേട്ടങ്ങളിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള 2 പ്രധാന താരങ്ങൾ റോക്കോ. എന്നാൽ ഇപ്പോൾ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി സഖ്യത്തിന്റെ ഭാവി എന്ത്? മെറിൻ കെ ബിജു പറയുന്നു. റോക്കോ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സുപ്രധാന നേട്ടങ്ങളിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള 2 താരങ്ങളാണിവർ. എന്നാൽ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും മുന്നിൽ ഇനി തുറക്കുന്നത് അകത്തേക്കുള്ള വാതിലോ അതോ പുറത്തേക്കുള്ള വാതിലോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്ക് കിരീടം നേടിക്കൊടുത്ത രോഹിത്തിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ നിന്ന് രോഹിത്തിനും ഒപ്പം കോഹ്ലിക്കും ഒഴിയേണ്ടി വരുന്നു. പോസ്റ്റർ ബോയായി ഗില്ലിനെ ഉയർത്തുന്നു. ഇവയെല്ലാം നൽകുന്ന സൂചനകൾ എന്താണ്? എന്നാൽ സെഞ്ചുറികളും അർദ്ധ സെഞ്ചുറികളും കൊണ്ടാണ് ഇരു താരങ്ങളും മറുപടി നൽകുന്നത്. തുടർച്ചയായി കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഇരുവരും ഓരോ സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും വീതം നേടിയിരുന്നു. 2027 ലോകകപ്പ് വരെ രോഹിത്തിനും കോഹ്ലിക്കും മുന്നിൽ വലിയ മത്സരങ്ങളില്ല. അതുകൊണ്ട് തന്നെ വരുന്ന മത്സരങ്ങളിലെല്ലാം മികച്ച പ്രകടനം ആവർത്തിക്കുക എന്നതിലപ്പുറം മറ്റൊരു ലക്ഷ്യം അവരുടെ മുൻപിലുമില്ല. മുൻകാലങ്ങളിൽ ചിലപ്പോഴെങ്കിലും ഫിറ്റ്നസിൽ അത്ര പരിഗണന കൊടുക്കാതെ പോയിരുന്ന രോഹിത് ശർമ്മ തന്റെ ഫിറ്റ്നസ് വീണ്ടെടുത്ത് 2027 ലോകകപ്പിന് താൻ ഫിറ്റാണെന്ന് ഗ്രൗണ്ടിൽ കാണിച്ചു തരുന്നു. എന്നാൽ ഇതിനിടയിൽ രോഹിത്തിനും കോഹ്ലിക്കും ഗൗതം ഗംഭീറുമായുള്ള ബന്ധം കൂടുതൽ വഷളായെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്.
ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായുള്ള ആദ്യ ഏകദിന മത്സരത്തിന് ശേഷം ഡ്രസ്സിംഗ് റൂം സെലിബ്രേഷനിൽ അത് വ്യക്തമാവുകയും ചെയ്തു. ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ BCCIയും അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയ കോഹ്ലിയോട് ടെസ്റ്റ് ടീമിൽ തിരികെ എത്തുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന ഉറച്ച മറുപടിയും ഒപ്പം 2027 ലോകകപ്പിനായി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരു ഗംഭീര പ്രകടനം ആവർത്തിക്കുകയും ചെയ്യുമെന്നത് ഉറപ്പാണ്. കാരണം ഒരു ലോകകപ്പ് നേട്ടത്തോടെ ക്രിക്കറ്റിനോട് ബൈ പറയുക എന്ന് തന്നെയായിരിക്കും അവരും ആഗ്രഹിക്കുന്നത്. റോക്കോ സഖ്യമില്ലാതെ ലോകകപ്പ് മത്സരങ്ങൾക്കായി ഇന്ത്യ കളത്തിലിറങ്ങിയാൽ കപ്പ് ഉയർത്താനാകില്ല എന്നാണ് മുൻ താരങ്ങളടക്കം പറഞ്ഞു വെക്കുന്നത്. എല്ലാ കാലങ്ങളിലും വിജയമെത്തുന്നത് യുവതലമുറയും ഒപ്പം എക്സ്പീരിയൻസ്ഡ് താരങ്ങളും ഒത്തിണങ്ങി ഒരുപോലെ മത്സരിക്കുമ്പോഴാണല്ലോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ലോകം ഈ ആഴ്ച ഇനി അടുത്ത ബുധനാഴ്ച കൂടുതൽ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് എത്തും. വീണ്ടും കാണും വരെ ഗുഡ് ബൈ ഫ്രം സ്വപ്ന സുജിത് ആൻഡ് കീപ് വാച്ചിങ് 24.